രാവിലെ ഞാൻ കണ്ടില്ല. കാരണം ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടെ ഇത് കൊടുത്തല്ലേ. ഈ നിൽക്കുന്നവൻ്റെ പേരാണ് ബിജു. നമ്മുടെ നാട്ടിൽ നായകൾക്ക് അങ്ങനെ അധികം ബിജു എന്നും മറ്റുമുള്ള പേരിട്ട് കാണുന്നത് അപൂർവമാണ്. ഒരാഴ്ചയിലധികമായിട്ട് ഇവനൊരു വലിയ വ്രണവുമായിട്ട് നടപ്പാണ്. അവൻ്റെ വൃഷണത്തിന് മുകളിലായി കടുപിടിയിലോ മറ്റോ പറ്റിയതാവണം. ദുർഗന്ധമൊക്കെ ആയി തുടങ്ങിയെങ്കിലും അവന് ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്നും മറ്റും ആരും വിമുഖത കാണിച്ചില്ല. ബുദ്ധിമാനായി ഇവനെ പിടിക്കുവാൻ നല്ല പാടുണ്ടായിരുന്നു. സ്റ്റിക്ക് കൊണ്ടുള്ള പ്രയോഗം വിഫലമായതിനെ തുടർന്ന് ദൂരെ ചെന്ന് ഒരു വലയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വിശാഖ എന്ന ചെറുപ്പക്കാരനാണ് ഇവനെക്കുറിച്ചുള്ള വിവരം അറിയിച്ചത്. വിശാഖ ടയറുകടയിലെ ഒരു ജീവനക്കാരനാണ്. അങ്ങനെ ഭക്ഷണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് അവനെ വലയിൽ കൊടുക്കി. വലയിൽ കുടുങ്ങിയ അവനെയുമായി ഓട്ടോയിൽ കയറ്റി കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. ഇത്ര വലിയ വ്രണവുമൊക്കെ പെയ്ത് നടന്നിട്ടും അവൻ്റെ ശരീരത്തിന് അതിന് മാത്രം ക്ഷീണമൊന്നും കണ്ടില്ല. അവൻ നല്ല ആരോഗ്യവാനായിരുന്നു. വെയിറ്റൊക്കെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ അവന് അനസ്തേഷ്യ നൽകി. അപ്പോഴാണ് ഞങ്ങൾ അവൻ്റെ വലയ്ക്ക് കീഴിൽ അവനിരുന്ന പ്രതലത്തിൽ ഒരു ജീവിയെ കണ്ടത്. ഒരുപക്ഷെ ഇത്തരം കാഴ്ചകൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറപ്പുളവാക്കിയേക്കാമെങ്കിലും അത് കാട്ടാതിരിക്കാൻ എനിക്കാവുന്നില്ല. അത്രമാത്രം വേദനയും സഹിച്ചുകൊണ്ടാണ് അവൻ ഇക്കാലം അത്രയും നടന്നത്. വലയിൽ നിന്നും അവനെ പുറത്തെടുത്ത് ടേബിളിൽ കിടത്തി അവൻ്റെ ശരീരത്തിലെ മുഴുവൻ പുഴുക്കളും നീക്കം ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. അവിടെ നിന്ന് മെഡിസിനുകളുമൊക്കെ വാങ്ങി ആവശ്യമായ ശുശ്രൂഷകളെല്ലാം കൊടുത്തതിന് ശേഷം അവനെ സംരക്ഷിക്കാൻ ഏറ്റിരുന്ന ടയർ കടയുടെ മുതലാളിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. രാവിലെ 9 മണിയോടുകൂടിയാണ് ഞങ്ങൾ അവനെ പിടിക്കുവാൻ വേണ്ടി അവിടെ എത്തിയത്. എന്നാലിപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ടയർ കടയുടെ മുതലാളിയുടെ വീടിന് സമീപമുള്ള ഒരു കന്നുകാലിത്തൊഴുത്തിൽ അവനെ കെട്ടിയിട്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു. 5 ദിവസത്തോളം അവന് നിർബന്ധമായും നല്ല ശുശ്രൂഷ കിട്ടേണ്ടതുണ്ടായിരുന്നു. അവരാ കടമ നല്ലപോലെ തന്നെ നിറവേറ്റി. ഇപ്പോഴാ മുറിവൊക്കെ ഉണങ്ങി അവൻ സുന്ദരനായി ആ കടയുടെ ജനയിൽ തന്നെ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങളവനെ കാണുവാൻ വേണ്ടി പിന്നീട് ചെല്ലുമ്പോൾ അവൻ സംശയാലുവായി ഞങ്ങളിൽ നിന്ന് ഓടി ദൂരെ മാറിപ്പോയി. മിടുക്കനായ ആ നായക്കുട്ടി അവൻ്റെ ദാരുണമായ അവസ്ഥയിൽ നിന്നും രക്ഷിക്കുവാൻ സാധിച്ചതിൽ സത്യത്തിൽ വലിയ സന്തോഷമാണ് തോന്നുന്നത്. ഇനിയും എന്നെ പിടിച്ചുകൊണ്ട് പോകുവാൻ വന്നതാണോ എന്ന് ഞങ്ങളെ നോക്കി സംശയാലുവായ അവൻ ഞങ്ങളിൽ നിന്നും ദൂരേക്ക് ഓടിയകന്നു.